ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല ബാത്റൂം ക്ലീനിങ്ങിനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ്. ബാത്റൂം മാത്രമല്ല, ടോയ്ലറ്റ്, വാഷ് ബേസ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിതവിടെ ബാത്റൂമിൻ്റെ ഫ്ലോറും ടോയ്ലറ്റും വാഷ് ബേസ് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. ഇനി ആ വിനാഗിരിയിലോട്ട് നമ്മൾ കുറച്ച് ഉജാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 5 ഡ്രോപ്സ് ഉജാലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വെള്ളത്തുണിയിലൊക്കെ നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ഉജാല എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേറെയും ഉപകാരങ്ങൾ കുറേ ഉണ്ട് അതിനെ കൊണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അതിൻ്റെ ഞാൻ കുറച്ച് ലിക്വിഡ് ഒരു ടീസ്പൂണോളം ലിക്വിഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകളിൽ നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ ഒരു നിറം മങ്ങൽ വരും. കൂടുതലായിട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ കുഴൽ കിണറിൽ വെള്ളം യൂസ് ചെയ്യുന്നവർക്ക്. നമ്മൾ ഒരു മന്ത്ലിയൊക്കെ ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാത്രത ഇതുപോലെ നിറം മങ്ങിയിട്ട് പഴയതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും. അപ്പോൾ അവർക്കൊക്കെയുള്ള നല്ലൊരു സൊല്യൂഷനാണിത്. ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒരു കാമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ഈ വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം അകത്തും പിന്നെ ആ വെള്ളത്തിലോട്ട് മുങ്ങുന്ന തരത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പാത്രങ്ങൾ. ഇനിയിപ്പോൾ ഇത് ചെറിയ ബൗളാണ്. നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലോട്ട് ഇതുപോലെ എടുത്താൽ മതി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകവും പുറമൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നതനുസരിച്ച് പഴമ വരുമല്ലോ. അപ്പോൾ അതിൽ പഴമയൊക്കെ മാറ്റിയിട്ട് നല്ല പുതിയതുപോലെ ആയിട്ട് നല്ല ആ ഒരു വെള്ള നിറമൊക്കെ അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വലിയ വിഷമമൊന്നുമില്ല. കുറച്ച് വിനാഗിരിയും കുറച്ച് ഉജാലയും അതുപോലെ ലിക്വിഡ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണയൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ തേച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല പുതുപുത്തനായിട്ട് കാണാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പഴയതുപോലെയായിട്ട് തോന്നും നമുക്ക്. പുതുമയൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ തിളക്കവും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതിപ്പോൾ കുറച്ച് വെള്ളമാണ് ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം എടുത്തിട്ടുള്ള ഇതിലോട്ട് തന്നെ ഞാൻ കുറച്ച് കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രങ്ങൾ നന്നായിട്ടൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ കോരിയും സ്പൂണും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ ഗ്ലാസ് അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ കുറച്ചധികം എടുത്തു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ വേസ്റ്റായി പോകുന്നുള്ള പേടിയും വേണ്ട. നമുക്ക് ഇതുകൊണ്ട് കുറേ ഉപകാരങ്ങൾ പിന്നെയും ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കുറച്ച് മുങ്ങുന്ന തരത്തിലിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളമാണെങ്കിൽ നമ്മൾ ഒരു ഭാഗം ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം പകുതി ഭാഗം പിന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല റിസൾട്ട് വരുന്ന സംഭവമാണ്. ഇതൊറ്റ യൂസിൽ തന്നെ നമുക്കിതൊക്കെ ആ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ വീട്ടിൽ പഴയ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും നമുക്ക് പുതിയതുപോലെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴൽക്കിണറിൻ്റെ വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നിറമാറ്റം ഒക്കെ ഉള്ള പാടത്തൊക്കെ ഉള്ള വെള്ളമൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിത് ഈ ഒരു
വെള്ളത്തിൽ തന്നെ ഞാൻ ഇനി അടുത്തതായിട്ട് ഒരു രൂപയുടെ ഷാമ്പിൻ്റെ പകുതിയോളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉജാലയും വെള്ളവും വിനാഗിരിയോ ഒക്കെ ചേർത്തിട്ടുള്ള അതിലേക്ക് ഞാൻ ഷാമ്പു കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം. നമ്മൾ ബാത്റൂമും ടോയ്ലൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യും. എന്നാലും പിറ്റേ ദിവസം ആ ഒരു ടൈം ആകുമ്പോഴേക്കും അത് ഓരോ തവണ നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറം മങ്ങിയിട്ട് ഒരു പഴയതുപോലെ ആയിട്ടുണ്ടാവും. നമുക്ക് ഒരു മുഷിച്ചൽ പോലെ കാണും. ഇതൊക്കെ എന്ന് വെച്ചാൽ ഡെയിലി കഴുകുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 4 ഭാഗത്തായിട്ടും എത്തുന്ന. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ, നിങ്ങൾക്ക് എത്ര സമയം ഇതുപോലെ വെക്കാൻ പറ്റുമോ അത്രയും സമയം നിങ്ങൾക്ക് വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം വെച്ചിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്സൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ ഫ്ലഷ് അടിച്ചിട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാത്റൂം പുതിയതുപോലെ നിൽക്കും. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും ഒരു മുഷിഞ്ഞ ടോയ്ലറ്റായിരുന്നു. ഇപ്പോൾ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്താണ് സ്പ്രേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വാഷ് ബേസ് നമ്മൾ സെയിം ഇതാണ്. നമ്മൾ ഡെയിലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്നപ്പോൾ കൈയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരാൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് നമ്മൾ ഉരച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാൻ. കാണുന്ന കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ വാഷ് ബേസിൻ്റെ ആ ഒരു വാഷിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാം. നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാം. നമ്മൾ കുട്ടികളൊക്കെ ഡെയിലി ഇങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ട് വന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മണ്ണും കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡെയിലി ഇതുപോലെ ഇതൊരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു തേച്ച് കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എത്ര സമയം, ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാം. മാക്സിമം ഒരു മിനിമം ഒരു അരമണിക്കൂർ വെക്കാം. അല്ലെങ്കിൽ മാക്സിമം എത്ര നിങ്ങൾക്ക് വെക്കാൻ പറ്റും അത്ര സമയം വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇനിയിപ്പോൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയാൽ പോലും ഈ ഒരു നല്ല നിറം കിട്ടും. ഇപ്പോൾ ആദ്യം കണ്ട ബാത്റൂമും ഇപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ല ക്ലീനിങ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണോ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നത് അതിന് പകരം നമ്മൾ ഹാർപ്പിക്കും ഇതൊക്കെ എടുക്കുന്നതിന് പകരം ലൈസൊക്കെ എടുക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണം. വീഡിയോൻ്റെ കമൻറ്റൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ. നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിട്ട്